ഭാരതീയ കോക്രോച്ച് പാർട്ടി, അതായത് BCP, ആ പാർട്ടിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്ന അഭിജിത്ത്, മഹാരാഷ്ട്രക്കാരൻ, ഇപ്പോഴദ്ദേഹം ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പബ്ലിക് റിലേഷൻസ് എന്ന വിഷയത്തിൽ പഠനം നടത്തി പൂർത്തീകരിച്ചു. അതിൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രിയും സമ്പാദിച്ചു. പക്ഷേ നാട്ടിൽ കയറാനൊക്കാത്ത സ്ഥിതിയാണ് അദ്ദേഹത്തിന് ഇപ്പോഴുള്ളത്. ഏതായാലും ഇവിടെ കയറിയിട്ടില്ല. ഇദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ ഒരു വലിയ പ്രവർത്തകനും അതിൻ്റെ സോഷ്യൽ മീഡിയ വിഷയങ്ങളിൽ ആ തലത്തിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയുമാണ്. ആം ആദ്മി പാർട്ടിയുടെ സ്ഥിതി എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് വന്നപ്പോഴുണ്ടായിരുന്നൊരു ആവേശവും അതിൻ്റെ തീവ്രതയും അതിൻ്റെ സ്വീകാര്യതയും എത്ര വിപുലമായിരുന്നുവെന്ന് നമ്മൾ കണ്ടറിഞ്ഞതാണ്. അത് വന്നു കുമിള പൊട്ടുന്നത് പോലെ പൊട്ടി. അണ്ണാ ഹസാരെയുടെ ഒരു പിൻബലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചു കാലം പിടിച്ചു നിന്നു. പിന്നെ അത് തീർന്നു. പക്ഷെ ഈ അഭിജിത്ത് ഇപ്പോൾ തൻ്റെ നേതാവിൻ്റെ ചുവട് പിടിച്ചൊരു പരിപാടിയുമായിട്ട് മുന്നോട്ട് വന്നു. നമ്മുടെ ബഹുമാന്യനായ ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു പ്രസ്താവന, ഇന്നത്തെ ചെറുപ്പക്കാർ പാറ്റകളെ പോലെയാണെന്നൊക്കെ മറ്റും പറയുന്ന ഒരു വാചകം അദ്ദേഹത്തിൻ്റേത്, അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഇതാ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അങ്ങ് രൂപം കൊടുത്തിരിക്കുന്നു. ഇപ്പോഴതിന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ആയിരിക്കുകയാണ്. കാരണം ആരായിരിക്കും ഇതിൻ്റെ ഫോളോവേഴ്സ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോൺഗ്രസ്, പഴയ ആം ആദ്മി പാർട്ടി, അതേപോലെ ഇവിടുത്തെ തീവ്രവാദ ശക്തികൾ, ഇന്ത്യയെ വിഘടിപ്പിക്കാൻ നിൽക്കുന്ന പാർട്ടികൾ, ബംഗ്ലാദേശികൾ, അതേപോലെ അമേരിക്കയിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഇന്ത്യ വിരുദ്ധ ശക്തികളാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ള അതിൽ ആർക്കും യാതൊരു സംശയവും വേണ്ട. ഇപ്പോഴത്തെ വിഷയം അതല്ല. മോദിജി വരണ്ടു, ഭയന്നു, ഇതാ അദ്ദേഹം രാജിവെക്കാൻ പോകുന്നു, ഭരണം ഒഴിയാൻ പോകുന്നു. ഈ പാറ്റകളെ കണ്ട് മോദിജിക്ക് ഇരിപ്പുറയ്ക്കുന്നില്ല. അദ്ദേഹം വിറളി പിടിച്ച് നടക്കുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് സമാധാനം പറയാനാണ്? നമ്മുടെ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, വലിയ പെരുന്നാളിന് വാപ്പ പള്ളിയിൽ പോയില്ല പിന്നല്ലേ ചിന്ന പെരുന്നാൾ എന്ന് പറഞ്ഞതുപോലെ എന്തെല്ലാം ഇളകി വന്നു ഈ കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ. യാതൊരു കുലുക്കവും ഉണ്ടായില്ല. ഇതൊക്കെ ഒരു താൽക്കാലികമായ ഒരു പ്രസ്ഥാനം, ഒരു മോദി വിരോധം. കാരണം 3ാം തവണ മോദിജി ഭരിക്കുകയാണ് എന്ന് മാത്രവുമല്ല, ലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാര്, താമസക്കാര് എല്ലാം ഇവിടെ നിന്നും പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ അനധികൃതമായിട്ടുള്ള എല്ലാ നിർമ്മാണങ്ങളെയും പൊളിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ പുറത്തുനിന്ന് വന്നവരെ അവരവരുടെ നാട്ടിലേക്ക് തിരിച്ചയക്കുന്നു, അത്രയേ ഉള്ളൂ. നമ്മുടെ SIRലുണ്ടായിരുന്ന ആ ഒരു പരിപാടികളും പദ്ധതികളും ഇവിടെ കുടിയേറിയവരൊന്നും ഇവിടുത്തുകാരല്ല, അതിനുള്ള അർഹതയുമില്ലെന്ന് പറഞ്ഞവരെയൊക്കെ പുറത്താക്കുന്ന സംവിധാനങ്ങളും തുടർന്ന് കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ മോദിക്കെതിരെ ആരെങ്കിലും ഒരു ശബ്ദം ഉയർത്തിയാൽ അതിനെ ഏറ്റുപിടിക്കാനും ശക്തരായി മുന്നോട്ട് പോകാനും ഒക്കെ ധാരാളം പ്രസ്ഥാനങ്ങളും ആളുകളുമുണ്ട്. പക്ഷേ ഇപ്പം പറയുന്നത് ഇവരുടെ അംഗസംഖ്യ, ഫോളോവേഴ്സിൻ്റെ എണ്ണം കാണിച്ചിട്ടാണ് മോദിജിയെ വിരട്ടുന്നത്, BJPയെ വിരട്ടുന്നത്. പക്ഷേ അതൊന്നും അധികാലം നിൽക്കില്ല. BJP എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം, മോദി നയിക്കുന്ന ഈ പ്രസ്ഥാനം അതിശക്തമായി തന്നെ മുന്നോട്ട് പോകും. നമ്മുടെ സാമ്പത്തിക രംഗം, അതേപോലെ നമ്മുടെ ഡിഫൻസ്, ഇതൊക്കെ എത്രമാത്രം ശക്തമാണെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാത്തവരാണ്. പിന്നെ ഇതിനെ എതിർക്കുന്ന മറ്റ് ചില വ്യക്തികളുണ്ട്. അതായത് ഇവിടെ ജനസംഖ്യാ നിയന്ത്രണം ബില്ല് വരും, ഈ അനധികൃതമായ കബളിപ്പിച്ചും ചതിച്ചും മതപരിവർത്തനം നടത്തുന്നതിനെതിരെയുള്ള മതസ്വാതന്ത്ര്യ ബില്ല് വരും. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടുത്തെ ചില മതവിഭാഗങ്ങളും അതിശക്തമായി മോദിക്കെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനും രക്ഷയ്ക്കും വേണ്ടി
അതൊക്കെ ചെയ്യേണ്ടി വരും. അതൊന്നും ഏതെങ്കിലും ഒരു മതത്തിനെതിരായിട്ടുള്ളൊരു സംഗതിയല്ല. ഈ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനും സുരക്ഷിതത്വത്തിനും വേണ്ടി മാത്രം മോദിജിയെ കണ്ടുകൊണ്ട് ഈ കാണിക്കുന്ന വെപ്രാളങ്ങളൊക്കെ സൂര്യനെ കണ്ടുകൊണ്ട് പട്ടി കുരയ്ക്കുന്നതിനപ്പുറത്ത് യാതൊരു വിലയുമില്ല എന്നുള്ളതാണ് വസ്തുത.